അങ്ങനെ പച്ചയുടെ സമയം തെളിഞ്ഞു. ലൈസൻസ് ഓക്കെ ആയി. മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറായിട്ട് ഇറങ്ങിയതാണ്. മെഡിക്കലിന് വേണ്ടി ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നു, രണ്ടാമത്തെ ഹോസ്പിറ്റലിലും ചെന്നു, ലാസ്റ്റ് മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ആയത്. അവൻ്റെ ഇക്കാമയും കൊടുത്ത് പേപ്പറും വാങ്ങിച്ചത്, ബ്ലഡ് സാമ്പിൾ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെയും കൊണ്ട് ചിലവിനുള്ള പരിപാടികൾക്കായിട്ട് ഹോട്ടലിലോട്ട് കയറി. ഞാനൊന്നും നോക്കിയില്ല, സൂപ്പർ വിരിച്ച് അവിടെ അങ്ങ് പിടിച്ചിരുത്തി. ഞാനൊരു കഫ്സ അതങ്ങ് പിടിച്ചു, അവനക്കൊരു ബിരിയാണി. ഏത് മൂഡ്, ഏതോ ഒരു മൂഡല്ലേ. അങ്ങനെ അവിടെ ഇരുന്നു. വേറെ എന്തെങ്കിലും വേണമെന്നൊരു ചോദ്യം. നമ്മൾ പിന്നെ ഇതില്ലാണ്ടൊരു കളിയില്ലല്ലോ. ഏത് അമ്പ്രിയാത്തെ അതും കൂട്ടി ഒരു പിടിയും പിടിച്ചേച്ച് നേരെ ഞങ്ങൾ ഗോഡൗണിലേക്ക് അങ്ങ് വിട്ടു. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. നേരെ ഗോഡൗണിൽ നിന്നു. ഇത് നെല്ലുകുത്തുന്നല്ല കേട്ടോ, സന്തോഷം കാരണം അജിത്തിനെ എടുത്തിട്ട് ഞെക്കുന്നതാണ്. എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയത്തില്ല. കണ്ടില്ലേ വിറയ്ക്കുന്ന അജിത്ത് ആകെ മൊത്തം ഹാലിളകിപ്പോയി. നേരെ റൂമിലേക്കിട്ടാണ് പിന്നെ ചെന്ന് വിട്ടത്. അവിടെ കിടന്നുറങ്ങി. ഇടയ്ക്കൊരു ലൈവ് ഇട്ടായിരുന്നു നമ്മുടെ ചങ്ക് മുത്തേ ഷെഫ്നാസ്. അതിൻ്റെ കോപ്രായങ്ങളൊക്കെ ഇതാണ്. രാത്രി ആയപ്പോഴത്തേക്കും മുർഷീന് വാലറ്റ് എടുക്കണം, അഥവാ പേഴ്സ് മറന്നുപോയി. മെറൂഫിൻ്റെ വണ്ടിയിലാണ് സാധനം ഇരിക്കണത്. അതെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവിടെ ചെന്ന് മെറൂഫാണെങ്കിൽ കുട്ടീനെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ കോഴിത്തരം കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. ഒന്ന് കട്ടിയിടാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവനങ്ങനെയാണ്. അവൻ നേരെ പിന്നെ അടുത്തുള്ള ചായക്കടയിലേക്ക് വിളിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ രാത്രി 12 മണിയായപ്പോഴും ചായക്കടിയുണ്ട്. ഒന്നും നോക്കിയില്ല, ഞാൻ ഒരു കിളിക്കൂട് എടുത്തു, അവനൊരു പഴംപൊരി എടുത്തു. മുർഷിദ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങോട്ടോ വലിയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു ഹോർലിക്സും വാങ്ങിച്ചു തന്നു വെച്ച് അവൻ നേരെ റൂമിൽ ചെന്ന് കുറേ നേരം വർത്താനം പറയും. ഇന്നത്തെ പരിപാടിയെല്ലാം കലാസാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അപ്പം